പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ജൂലൈ 5 ഞായറാഴ്ച. 2 കൊരിന്ത്യർ 9 അധ്യായം 7 വാക്യം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും. ഈ വേദഭാഗത്തിലൂടെ പരിശുദ്ധനായ പൗലോസ്ലീഹ നൽകുന്ന സന്ദേശം ദൈവിക ദാനങ്ങളെ സന്തോഷത്തോടെ പങ്കിടുക എന്നതാണ്. ഇതിനാമുഖമായി പൗലോസ്ലീഹ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ദൈവത്തിൽ നിന്ന് ലഭിച്ചതല്ലാതെ എന്തുണ്ട്? ഈ ചോദ്യം നമ്മുടെ അഹങ്കാരത്തെ ഉരുക്കുകയും നന്ദിയുടെ കണ്ണീർ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. നാം സ്വന്തമെന്ന് കരുതുന്ന സമ്പത്തും കഴിവും അറിവും ആരോഗ്യവും സ്ഥാനവുമെല്ലാം ദൈവം കുറച്ചു കാലത്തേക്ക് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച നിക്ഷേപങ്ങളാണ്. അവ പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവം നമ്മുടെ കൈകളിൽ നിറയ്ക്കുന്നത് അവ തുറന്നു വയ്ക്കുവാനും പങ്കുവെക്കുവാനുമാണ്. ഒരു വിത്ത് സ്വന്തം സുരക്ഷയ്ക്കായി അത് കയ്യിൽ വെച്ച് സൂക്ഷിച്ചാൽ അതെന്നും ഒരു വിത്തായി തന്നെ തുടരുമല്ലോ. എന്നാൽ അതേ വിത്ത് മണ്ണിൽ നമ്മൾ കുഴിച്ചിട്ടാൽ 100 മേനി വിളവായി തിരിച്ചു വരുന്നു. അതുപോലെ പങ്കുവെക്കുന്ന ജീവിതം നഷ്ടപ്പെടുന്നില്ല, അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ പെരുകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നോക്കുന്നത് ദാനത്തിൻ്റെ വലിപ്പമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലതയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ നൽകുന്ന ദാനം ഒരു ആരാധനയാണ് എന്ന് പറയാൻ സാധിക്കും. സന്തോഷമുള്ള ദാനം ആത്മാവിനെ തൊടും. പലപ്പോഴും നാം കരുതുന്നത് ദാനം എന്നത് പണം മാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറ്റു വിലയേറിയ ദാനങ്ങളും നമുക്ക് നൽകാനായിട്ടുണ്ട്. തകർന്ന മനസ്സിന് ആശ്വാസമാകുന്ന ഒരു വാക്ക്, ഏകാന്തതയിൽ കഴിയുന്ന ഒരാളെ തേടിയെത്തുന്ന ഒരു സന്ദർശനം, ക്ഷീണിച്ച ഒരാളുടെ ഭാരം കുറയ്ക്കുന്ന ഒരു പുഞ്ചിരി, നിരാശയുടെ രാത്രിയിൽ ഉയരുന്ന ഒരു പ്രാർത്ഥന, മുറിവേറ്റ ഹൃദയത്തെ സുഖപ്പെടുത്തുന്ന ഒരു ക്ഷമ, ഇവയെല്ലാം ദൈവം നമ്മിൽ നിക്ഷേപിച്ച അമൂല്യ ദാനങ്ങളാണ്. ഓർക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ദാനം മറ്റൊരാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്പർശനമായി മാറാം. നമ്മുടെ ഒരു പുഞ്ചിരി ഒരാളുടെ പ്രത്യാശയുടെ പ്രഭാതമാകാം. നമ്മുടെ ഒരു കരുതൽ ഒരാളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാകാം. നാം ഓർക്കേണ്ട ഒരു കാര്യം, നാം ഈ ഭൂമിയിൽ എത്ര പങ്കിട്ടു എന്നാണ് സ്വർഗം ചോദിക്കുക. എത്ര കൈകളെ നമുക്ക് ചേർത്ത് പിടിക്കുവാൻ സാധിച്ചു എന്നതും ചിന്തിക്കുക. ദൈവം നൽകിയ ഓരോ ദാനത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒഴുക്കാക്കാൻ നമുക്ക് ശ്രമിക്കാം. പങ്കിടലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കാം. നമ്മുടെ കൈകളെ കരുണയുടെ കൈകളാക്കാം. നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷത്തോടെ നൽകുന്ന യാഗപീഠങ്ങളാക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു നദി പോലെ ഒഴുകും, ദാഹിച്ച ആത്മാക്കളെ തണുപ്പിച്ചുകൊണ്ട്. ഒരു ദീപം പോലെ ജ്വലിക്കും, ഇരുളിൽ പ്രത്യാശ പകർന്നുകൊണ്ട്. ഒരു വൃക്ഷം പോലെ ഫലം ചുമക്കും, വിശക്കുന്നവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കുവാനല്ല, നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഒഴുകിപ്പോകുവാനായിട്ടാണ്. ദൈവം നൽകിയ ദാനങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കുമായി എന്നും സന്തോഷത്തോടെ പങ്കിടുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങയുടെ കരുണയുടെ ദാനമാണെന്ന് ഓർക്കുവാൻ, പങ്കിടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആവശ്യത്തിലിരിക്കുന്നവർ അങ്ങയുടെ മുഖം കാണുവാൻ, കൊടുക്കുന്നതിൽ നഷ്ടമില്ല, അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.